നമ്മൾ ഓൾറെഡി ഒരു ബേസിക് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു HTML ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ വേണം. അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു വെബ് ബ്രൗസർ വേണം. ഇനി അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഉബുണ്ടുവിലാണെങ്കിൽ ജീനി ഒക്കെ യൂസ് ചെയ്യാം. ഇനി വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സബ്ലൈം ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സബ്ലൈം ടെക്സ്റ്റ് നെറ്റിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു സബ്ലൈം ടെക്സ്റ്റിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള കോഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ HTML ടാഗ് ഞാൻ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് HTML ടാഗ് ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു HTML ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു HTML ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് സേവ് ചെയ്യണം. അതെങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മൾ സേവ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടത് ഫയൽ എടുത്തതിന് ശേഷം സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് കൊടുത്തിട്ട് നമ്മുടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ എഡ്വെയർ ആണെങ്കിൽ എഡ്വെയർ .html എന്നുകൂടെ സേവ് ചെയ്യുക. എഡ്വെയർ എന്നതിൻ്റെ കൂടെ തന്നെ .html എന്നുകൂടെ കൊടുക്കുക. അതായത് എക്സ്റ്റൻഷനായിട്ട് ഫയൽ നെയിമും എക്സ്റ്റൻഷനായിട്ട് .html എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ എഡ്വെയർ .html എന്ന് ഞാൻ എഴുതി. ഇനി ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു HTML ഡോക്യുമെൻ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് ആയത്. HTML കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്ലൈം ടെക്സ്റ്റ് തന്നെ ഉപയോഗിക്കുക. ചില ടെക്സ്റ്റ് എഡിറ്ററുകളിൽ ഈ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കളർ ചേഞ്ച് ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും. കണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആവശ്യം വരും. ഓക്കെ, ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ്. സേവ് ചെയ്തു, ഞാൻ ക്ലോസ് ചെയ്തു. ഇനി എനിക്കത് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എഡ്വെയർ .html എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഈ ഫയൽ ഓപ്പൺ ചെയ്യണം. എങ്ങനെ റൺ ചെയ്യാം, HTML റൺ ചെയ്യുക, അതായത് ഒരു ബ്രൗസറിലുള്ള എങ്ങനെ റൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ, ഏത് ബ്രൗസറായാലും, ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്രോം ആണെങ്കിൽ ക്രോം വെച്ച് ഓപ്പൺ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഫയർഫോക്സ് ആണ്. ഫയർഫോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് ഫയർഫോക്സ് കൊടുത്തു. ഇപ്പോൾ ആ ഒരു വിൻഡോ, അതായത് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് ആ ഒരു വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയി. ഇപ്പോൾ ആ ഒരു ഫയലാണ് മുകളിൽ ഓപ്പൺ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം എഡ്വെയർ.html ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈറ്റിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എഡ്വെയർ.html എന്ന് പറയുന്ന ഈ ഫയൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് കൊടുത്ത് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. സബ്ലൈം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മളെന്താ കൊടുക്കുക, HTML ടാഗിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കൊടുക്കുന്ന ടാഗ് എന്തായിരുന്നു, ഹെഡ് ടാഗാണ്. ഹെഡ് ടാഗ് കൊടുത്തു. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കണം, നമ്മൾ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ എഡ്വെയർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ രണ്ട് ടാഗുകളും ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബോഡി ടാഗും കൂടെ കൊടുക്കാം. ഞാൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ഹായ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം ബോഡി ടാഗും ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാനത് സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ജസ്റ്റ് നമുക്കത് എല്ലാം കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ വിത്ത് ക്രോം അല്ല, ഫയർഫോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫയർഫോക്സ് വെച്ച് ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം എഡ്വെയർ എന്ന് പറയുന്ന ടൈറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഹായ് എന്ന് പറയുന്നത് ബോഡിയിൽ നമ്മൾ എഴുതിയ കാര്യം പ്രിൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സേവിങ്ങും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു HTML ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അത് സേവ് ചെയ്ത് ഒരു ബ്രൗസറിൽ റൺ ചെയ്യിക്കുന്നത്. നമ്മളപ്പോൾ ഏത് HTML ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്താലും നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് എഡിറ്റർ എടുത്ത് ടൈപ്പ് ചെയ്ത് ഒരു ബ്രൗസറിൻ്റെ ഉള്ളിൽ റൺ ചെയ്യാവുന്നതാണ്.